ഹായ് ഓൾ, ഇന്ന് ഞാൻ പൊഹയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒത്തിരി പേർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. ഒത്തിരി പേരൊക്കെ ഇപ്പോൾ നമ്മൾ മലയാളികളാണെങ്കിൽ ഇപ്പോൾ സാധാരണ കേരളത്തിന് പുറത്തുള്ളവർ ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു ഈ പൊഹ. പക്ഷേ ഇപ്പം കുറേ പേരൊക്കെ നമ്മൾ മലയാളികൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ മാത്രമല്ല ചായയുടെ കൂടെ സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒന്നാണ്. ഞാനിവിടെ കുട്ടികളെ സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അവർ ആ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു വിശപ്പല്ലേ, അപ്പോൾ വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യാം, അവർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 250 ml ബൗളിൽ 2 ബൗള് അവലെടുക്കുന്നുണ്ട്. ഇതിന് ഉപയോഗിക്കുന്ന അവലുണ്ടല്ലോ, ആ വെളുത്ത അവലുണ്ടല്ലോ, നല്ല കട്ടിയുള്ളത്. സാധാരണ നമ്മൾ അവൽ നനയ്ക്കാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വെളുത്ത അവലെടുക്കുമ്പോൾ നല്ല കനം കുറഞ്ഞ ഈ പരന്നിരിക്കുന്ന അവലല്ലേ, ആ അവലല്ല നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. കുറച്ചൊരു കട്ടിയുള്ള അത്രയും വീതിയില്ലാത്ത അവലുണ്ട് വെളുത്ത കളറിൽ, ആ അവലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മിക്കവാറും കടകളിലൊന്നും അത് കിട്ടാറില്ല ആ ഒരു അവൽ. അതിന് നമ്മൾ ഓൺലൈനൊക്കെ മേടിക്കുവാണെന്നുണ്ടെങ്കിൽ പൊഹ ബീറ്റൺ റൈസിനോ പൊഹ റൈസിനൊക്കെ അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാൻ പറ്റും. ഈ അവലിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഒത്തിരി തിരുമ്മി അങ്ങ് കഴുകരുത്. തിരുമ്മി കഴുകിയിട്ടുണ്ടെങ്കിൽ ഈ അവൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ചുമ്മാ ഒന്ന് കൈകൊണ്ട് ഇളക്കി ഈ അവൽ മുഴുവനൊന്ന് നനഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. അങ്ങനെ 2-3 പ്രാവശ്യം ഇത് കഴുകിയെടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് കഴുകിയിട്ട്, ഞാനിത് 2 പ്രാവശ്യമാണ് കഴുകിയെടുത്തത്. ആദ്യം ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ ചുമ്മാ ഒന്ന് കൈകൊണ്ട് ഇളക്കിയെടുത്തിട്ട് ആ വെള്ളം കൂടെ ഊറ്റി കളഞ്ഞെടുത്തു കേട്ടോ. എന്നിട്ടിത് നമുക്ക് വെള്ളം വാലാനായിട്ട് വെക്കാൻ തന്നെ ഞാനിങ്ങനെയാണ് കേട്ടോ അരിപ്പ പാത്രത്തിൽ വെക്കുന്നത്. വേറെ ഇതുപോലത്തെ അരിപ്പ പാത്രം എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ഇതുപോലത്താണ്ട് ഒരു സോസ് പാനിൻ്റെ മേലെ ഈ അരിപ്പി അങ്ങ് വെച്ചിട്ട് ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് മുഴുവനും അങ്ങ് വെച്ചിട്ടുണ്ടല്ലോ. ഇതിലെ വെള്ളം വാർന്നു പോകുന്ന നേരത്ത് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാനുണ്ട്. അപ്പോഴേക്കും ഒരു 5-10 മിനിറ്റൊക്കെ ആകുമല്ലോ. അപ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ വാർന്നു പൊക്കോളും. പിന്നെ എന്താണ്, ഇതിനകത്തോട്ട് ഈ അവലിനകത്തോട്ടൊക്കെ വെള്ളം ശരിക്കും പിടിക്കാത്തതുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പിടിച്ച് വന്നോളും. ഈ അവൽ മുഴുവൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതാണ്ട് ഞാൻ നടുക്ക് ഒരു ഹോള് ഇങ്ങനെ വിരൽ കൊണ്ട് കുത്തി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് വെള്ളം ശരിക്കും അങ്ങ് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത്. ഇങ്ങനെ വെള്ളം വാലാൻ വെച്ചിട്ട് ഞാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തു. എന്നിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു കേട്ടോ. ബട്ടറിൻ്റെ അടുത്ത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ബട്ടറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ഉപയോഗിച്ചത്. കൂടുതൽ ഹെൽത്തി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച്. ബട്ടറിന് പകരം എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ വെളിച്ചെണ്ണയെക്കാളും നല്ലത് ഇതിനൊക്കെ ഒരു കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത് സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിലൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ. ബട്ടർ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ഒരു 1/2 ടീസ്പൂണിന് മേലെ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് കടലപ്പരിപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ അളവൊന്നും നോക്കിയില്ല. ഇതൊരു 2-3 ടേബിൾ സ്പൂണോളം കാണുമായിരിക്കും കേട്ടോ. അപ്പോൾ കടലപ്പരിപ്പ് തന്നെ ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇതൊരു ചുമ്മാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. പിന്നെ കൂടുതൽ ആൾക്കാരും നിലക്കടല ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാറുണ്ട് കേട്ടോ. അതും ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കടലപ്പരിപ്പ് നല്ലപോലെ മൂത്ത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, വറന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു വലിയ പച്ചമുളക് നടുവേ കീറിയിട്ട് നല്ല കനം കുറച്ച് അരിഞ്ഞതാണ്. ഈ പച്ചമുളക് കടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അത്രയും കനം കുറച്ചങ്ങ് അരിഞ്ഞത് കേട്ടോ. ഈ പച്ചമുളക് അതിന് പകരം മുളക് പൊടി അങ്ങനെ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട, പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ കരിഞ്ഞു പോകുമല്ലോ. പിന്നെ മുളക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവോള നല്ല കനം കുറഞ്ഞ കുഞ്ഞതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഒരു 1-2 മിനിറ്റ് നേരത്തേന് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ മൂടി വെക്കൊന്നും വേണ്ട. ചുമ്മാ ഒരു 1-2 മിനിറ്റ് ചുമ്മാ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഒത്തിരി അതങ്ങ് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് വരുമൊന്നും വേണ്ട കേട്ടോ. ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുന്നുണ്ട്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് സവോള ചേർക്കണതിന് മുമ്പേ തന്നെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിത് തുടക്കത്തിൽ ചേർക്കാൻ മറന്നുപോയി, ഇപ്പോഴാണ് ഓർത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതും ഞാൻ തീ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നേരത്തേനെ കുക്ക് ചെയ്തെടുക്കുകയാണ്. തക്കാളി ഒത്തിരി ഉടഞ്ഞ് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ സവോളയും തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിത് ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകുന്ന രീതിയിലൊന്നും ആക്കിയിട്ടില്ല കേട്ടോ.
ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വെള്ളം വാലാനായിട്ട് വെച്ചിരുന്ന അവലുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ല മയത്തിൽ വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഒത്തിരി ഹാർഡായിട്ട് കുത്തി കുത്തി ഇളക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ അവലങ്ങ് പൊട്ടിപ്പോകും. അതുകൊണ്ട് പൊട്ടിപ്പോകാതെ സൂക്ഷിച്ച് പതുക്കെ പതുക്കെ വേണം ഇളക്കാനായിട്ട്. പിന്നെ നമുക്ക് ഈ പുകയുണ്ടല്ലോ കുറച്ച് കൂടുതൽ ഹെൽത്തി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സവോളയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കുമല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ വേറെ കുറച്ച് പച്ചക്കറികളും കൂടെ ചേർക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങോ ക്യാരറ്റോ ബീൻസോ കോളിഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ പൊടിയായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കിട്ടും കേട്ടോ. സാധാരണ എല്ലാവരും ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്, വളരെ സിമ്പിളായിട്ട്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കുറച്ചുകൂടെ കൂടുതൽ പച്ചക്കറികളൊക്കെ ഇട്ട് കൂടുതൽ ഹെൽത്തി ആക്കി എടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു 1/4 ഭാഗത്തിൻ്റെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. എന്നിട്ട് ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പൊരിത്തിരി കുറവായിരുന്നു. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണിന് മേലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പം നമുക്ക് ഇത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഇത് സെർവ് ചെയ്യാൻ നേരത്തുണ്ടല്ലോ മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മല്ലിയില ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിലേറെ ഞാൻ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ മല്ലിയിലയും കൂടെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പൊഹ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ അതല്ലെങ്കിൽ ചായയുടെ കൂടെ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാം. വൈകിട്ട് പിള്ളേർ സ്കൂളിലോട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അവർക്കൊക്കെ ഇത് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് കൂടുതൽ നിലക്കടലയും വേണമെങ്കിൽ കുറച്ച് പച്ചക്കറിയൊക്കെ കഴിക്കാത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ പച്ചക്കറിയൊക്കെ ഇട്ട് അങ്ങ് ഉണ്ടാക്കി കൊടുത്തു. അവരുടെ അങ്ങനെയൊക്കെയല്ലേ നമുക്ക് അവരെ പച്ചക്കറിയൊക്കെ കഴിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.